ഇന്ത്യ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്ത. അതായത് ഇന്ത്യയുടെ വ്യോമകരുത്തിൽ വൻ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം എത്താൻ പോകുന്നു. അതിപ്പോൾ അഞ്ചാം തലമുറയുടെ നിർമ്മാണത്തിലാണ് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ആറാം തലമുറയിലേക്ക് കടക്കുന്നു എന്നാണല്ലോ അപ്പോൾ അർത്ഥം. അതെ, അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA ആ ഒരു പദ്ധതിക്ക് അന്തിമ അനുമതി നൽകിയത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്. DRDOയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഈ വിമാനത്തിൻ്റെ രൂപകൽപ്പനയും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന്, അതും ഈ DRDOയുടെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. അവരാണ് ഈ വിമാനത്തിൻ്റെ രൂപകൽപ്പന അടക്കം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യ ആറാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ പ്രധാനമായും ഉണ്ടാക്കാൻ കാരണം ഇന്ത്യക്ക് നിലവിൽ വ്യോമസേനയിൽ വിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായി നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഇതുവരെ നമുക്ക് സേനയുടെ ഭാഗമാക്കാൻ സാധിച്ചില്ല. ഒരു 83 തേജസ് യുദ്ധവിമാനങ്ങൾ നമുക്ക് ഇനിയും കിട്ടാനുണ്ട് സേനയ്ക്ക്. അതിനോടൊപ്പം തന്നെ നിലവിൽ നമ്മൾ സേനയിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ മിഗ്, മിറാഷ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ തേജസ്സിനെ എടുക്കുമ്പോൾ തന്നെയും ഏതാണ്ട് 200-300ഓളം വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ ആ കുറവ് വരുന്ന യുദ്ധവിമാനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൊണ്ട് പരിഹരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഇപ്പോൾ അതിൻ്റെ എൻജിൻ അത് നമ്മൾ കാവേരി എൻജിനാണ് വിഭാവനം ചെയ്തത്. പക്ഷേ അതിന് സാങ്കേതികപരമായി നമ്മുടെ സമയത്തിനത് ലഭ്യമല്ല. അതുകൊണ്ട് നമ്മൾ അമേരിക്കയുടെ GE എന്ന് പറയുന്ന കമ്പനിയുടെ 414 സീരീസിലുള്ള F414 414 ആ സീരീസിലുള്ള എൻജിൻ ഉപയോഗിച്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടേക്കുന്നത്. ഇതേ സമയം തന്നെയാണ് നമ്മൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ അതേ ഫ്രെയിംവർക്കിൽ തന്നെയാണ് ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങളും തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഘടനാപരമായ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ്. സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശത്രു രാജ്യത്തിൻ്റെ റഡാറുകളെ വെട്ടിച്ച് അതിവേഗം കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെയാണ് സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ പരമാവധി വേഗത 2000 കിലോമീറ്ററിൽ താഴെയാണ്. 1912 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. എന്നാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ഇത് 2414 കിലോമീറ്റർ വരെ വേഗതയിലെത്താം. എന്നാൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ വേഗത ഇനിയും കൂടും. നിലവിൽ നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് 100 നോട്ട്സിൻ്റെ എഞ്ചിനുകളാണ്. 100 KN അതാണ് അതിൻ്റെ ശാസ്ത്രീയമായി അടയാളപ്പെടുത്തുന്നത്. ഈ 100 നോട്ട്സ് എഞ്ചിന് നൽകുന്ന ത്രസ്റ്റ് എന്ന് പറയുന്നത് 10,000 കിലോയാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാരമുള്ള വസ്തുവിനെ മുൻപോട്ട് തള്ളിവിടാൻ ഉപയോഗിക്കുന്ന ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. വിമാനങ്ങളുടെ കുതിപ്പ്, അതാണ് ഈ ത്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 10,000 കിലോയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കെങ്കിൽ നമ്മൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് 120 KN 120 നോട്ട്സിൻ്റെ എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ്റെ പവറിനേക്കാൾ ഒരു 20% പവർ കൂടും. കൂടാതെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാളും 30% അധികം റേഞ്ച് ഉണ്ടാകും. അതായത് അത്രയും കൂടി ദൂരം നമുക്ക് ശത്രു രാജ്യത്തിൻ്റെ അകത്ത് കടന്നു ചെന്ന് അവിടെ ലക്ഷ്യം നേടി തിരിച്ചു വരാനും സാധിക്കും. അതിലും നിർണായകമായ സംഗതി, ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് AI സാങ്കേതിക വിദ്യ കൊണ്ടായിരിക്കും എന്നുള്ളതാണ്. പൈലറ്റിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം വളരെ കുറവ് മതി ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പൈലറ്റിന് ഒരേ സമയം തന്നെ മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പാക്റ്റ് എഫിഷ്യൻസി, അതായത് ഏറ്റുമുട്ടൽ, മറ്റൊരു രാജ്യവുമായി സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആ ഒരു എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല ലോസ് ഉണ്ടാകാനുള്ള, അതായത് വിമാനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവുമായിരിക്കും. അതേപോലെ നമുക്ക് ലക്ഷ്യങ്ങൾ, ഇപ്പോൾ സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ ഈ ലേസർ സെൻസർ അതേപോലുള്ള സംഗതികൾ ഉപയോഗിച്ചാണ് ലക്ഷ്യം നിർണ്ണയിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ AI സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ ലക്ഷ്യവും
നമ്മുടെ വിമാനത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനുമായിട്ട് ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ AMCA Mark 1 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ 6ാം തലമുറ യുദ്ധവിമാനങ്ങളെ ഈ AMCA തന്നെ AMCA Mark 2. അപ്പോൾ ഘടനാപരമായി വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലായിരിക്കും ഇത് കൊണ്ടുവരിക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന മുൻനിര യുദ്ധവിമാനങ്ങൾ റഫേലും സുഖോയുമാണ്. അത് ജനറേഷൻ 4.5 യുദ്ധവിമാനമാണ്. അതായത് 4ാം തലമുറ വിമാനങ്ങളെക്കാൾ കൂടി കുറച്ചുകൂടി പരിഷ്കൃത രൂപമാണ്. എന്നാൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സവിശേഷതകൾ പൂർണ്ണമായും ഇല്ലാത്ത ഒരു ശ്രേണിയിൽപ്പെട്ടതാണ്. ഇതുകൂടാതെ ഇന്ത്യ എന്തുകൊണ്ട് ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതിന് ലളിതമായ ഉത്തരം ഇത്രയേ ഉള്ളൂ. ചൈന അവരുടെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ J-20 പലയിടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ യുദ്ധവിമാനം 5ാം തലമുറ യുദ്ധവിമാനം നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അവർ ചൈനയിൽ നിന്ന് വാങ്ങുന്നുമുണ്ട്. അടുത്ത വർഷത്തോടെ 2026 അതിൻ്റെ ആദ്യ ബാച്ച് ചൈനയുടെ പക്കൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ഒരു സുരക്ഷാ ഭീഷണി മറികടക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഈ 2 വിമാനങ്ങൾ, അതായത് 5ാം തലമുറ യുദ്ധവിമാനങ്ങളും തുടർച്ചയായി 6ാം തലമുറ യുദ്ധവിമാനങ്ങളും തയ്യാറാക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ വ്യോമകരുത്തിന് വലിയ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് ഈ കൺസെപ്റ്റിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു പക്ഷേ നമുക്ക് 5ാം തലമുറ വികസിപ്പിച്ചതിന് ശേഷം 6ാം തലമുറയിലേക്ക് കടന്നാൽ മതി എന്ന് വെക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം തലമുറ പൂർത്തിയാകാൻ ഇനി ഏതാണ്ട് 8 മുതൽ 10 വർഷം വരെ എടുക്കാനുള്ള 2036 ആകും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് 6ാം തലമുറയെ പറ്റി ചിന്തിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് ഡിലേ ആവും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന സമാന്തരമായി തന്നെ ചെയ്താൽ ഏതാണ്ട് വലിയ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമില്ലാതെ 6ാം തലമുറ വികസിപ്പിക്കാൻ കഴിയും. ഈ 6ാം തലമുറ എന്ന് പറയുമ്പോൾ 5ാം തലമുറയിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടാകുമോ? വലിയ വ്യത്യാസം ഉണ്ടാകും. കാര്യം ഈ ബോഡിക്ക് വ്യത്യാസം ഘടനാപരമായി വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിലുപയോഗിക്കുന്ന എഞ്ചിനും അതിനകത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. കാരണം ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടെക്നോളജി ആയിരിക്കും അതിൽ ഉപയോഗിക്കുക. 2, അതിൻ്റെ വേഗത. 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാളും വേഗതയിൽ ഒരു 20% വർധനമുണ്ടാകും. ഈ വേഗത യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായക ഘടകമാണ്. ഏതെങ്കിലും ഒരു ശത്രു രാജ്യത്ത് കടന്നു ചെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയ ശേഷം എത്രയും വേഗം മടങ്ങി വരിക എന്നുള്ളത് പെട്ടെന്ന്, പ്രത്യേകിച്ച് അവരുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് മടങ്ങി വരാൻ വേഗത ഒരു നിർണായക ഘടകമാണ്. അപ്പോൾ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വേഗത കിട്ടാവുന്ന തരത്തിലുള്ള ഒരു എൻജിൻ ആയിരിക്കും ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.